ഹോമിസൈഡ് അല്ലെങ്കിൽ കൊലപാതകം ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ IPC. IPCയിൽ ഒരിടത്തും ഹോമിസൈഡ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒരു മനുഷ്യൻ ഇനിയൊരു മനുഷ്യനെ കൊല്ലുന്നതിനെയാണ് നമ്മൾ ഹോമിസൈഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഒരാൾക്ക് മറ്റൊരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഡാമേജാണ് ഹോമിസൈഡ് എന്ന് പറയുന്നത്. ഹോമിസൈഡ് മീൻസ് കില്ലിംഗ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ബൈ അനദർ ഹ്യൂമൻ ബീയിങ്. It is considered to be the greatest injury that one can cause to another. Homicide is divided into two, lawful homicide and unlawful homicide. Lawful homicide is again classified into two, excusable homicide and justifiable homicide. Unlawful homicide is also classified into two, culpable homicide and murder. Homicide നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ലോഫുൾ എന്നും അൺലോഫുൾ എന്നും. ലോഫുൾ ഹോമിസൈഡ് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, എക്സ്ക്യൂസബിൾ ഹോമിസൈഡ് ആൻഡ് ജസ്റ്റിഫയബിൾ ഹോമിസൈഡ്. അൺലോഫുൾ ഹോമിസൈഡിനെയും രണ്ടായിട്ട് തിരിക്കാം, കൾപ്പബിൾ ഹോമിസൈഡ് ദാറ്റ് കംസ് അണ്ടർ സെക്ഷൻ 299 ഇൻ IPC ആൻഡ് മർഡർ സെക്ഷൻ 300 ഇൻ IPC. ഇത് ഒന്നൊന്നും എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എക്സ്ക്യൂസബിൾ ഹോമിസൈഡിന് എക്സാമ്പിളായിട്ട് പറയുന്നത് കേസസ് ഓഫ് ആബ്സെൻസ് ഓഫ് മെൻസ് റിയ ആണ്. നമ്മൾ മെൻസ് റിയ പഠിക്കുമ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എക്സെപ്ഷൻസ് ടു മെൻസ് റിയ എന്ന് ചെയ്തിട്ടുണ്ട്. എക്സെപ്ഷൻസ് ടു ദ ഡോക്ട്രിൻ ഓഫ് മെൻസ് റിയ 3 തരത്തിലുണ്ട്: സ്ട്രിക്റ്റ് ലയബിലിറ്റി, വൈക്കേരിയസ് ലയബിലിറ്റി ആൻഡ് കേസസ് ഓഫ് ആബ്സെൻസ് ഓഫ് മെൻസ് റിയ. വൈക്കേരിയസ് ലയബിലിറ്റി സെക്ഷൻ 154, 155 ആൻഡ് 156 ഓഫ് IPC ആണ്. റിയോട്ടിംഗ് ആണ് അതിൽ വരുന്നത്. സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ കിഡ്നാപ്പിംഗ്, അബ്ഡക്ഷൻ, കോൺസ്പിരസി, അതുപോലെ തന്നെ കേസസ് ഓഫ് അസോൾട്ടിംഗ് ഹൈ ഓഫീസേഴ്സ്, ഒഫൻസസ് അണ്ടർ ദ ഫുഡ് അഡൾട്രേഷൻ ആക്ട്, ഇതെല്ലാമാണ് സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ വരുന്നത്. ഈ ഫസ്റ്റ് 2 എക്സെപ്ഷൻസിലും, അതായത് സ്ട്രിക്റ്റ് ലയബിലിറ്റിയിലും വൈക്കേരിയസ് ലയബിലിറ്റിയിലും ഒരു ക്രിമിനൽ ലയബിലിറ്റി ഒരാളിൽ വന്നു ചേരുകയാണ്. മെൻസ് റിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെയുള്ള ക്വസ്റ്റ്യൻ. ആ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, അതുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണിൽ ക്രിമിനൽ ലയബിലിറ്റി വന്നു ചേരും. ബട്ട് മൂന്നാമത്തെ എക്സെപ്ഷൻ ടു മെൻസ് റിയ എന്ന് പറയുന്നത് കേസസ് ഓഫ് ആബ്സെൻസ് ഓഫ് മെൻസ് റിയയാണ്. കേസസ് ഓഫ് ആബ്സെൻസ് ഓഫ് മെൻസ് റിയയിൽ ലോ ഫേവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോ ഫേവർ ചെയ്തിട്ട് ഒഫൻഡറിനെ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് റിലീവ് ചെയ്യുന്നു. സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ഒഫൻഡറിനെ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് റിലീവ് ചെയ്യുകയാണ് കേസസ് ഓഫ് ആബ്സെൻസ് ഓഫ് മെൻസ് റിയയിൽ നടക്കുന്നത്. ലോ ഫേവർ ഇൻഫൻസ്, ലൂണറ്റിക്സ്, പേഴ്സൺസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡെലിറിയം, ഇതെല്ലാം നമ്മളവിടെ പറഞ്ഞതാണ്. അപ്പോൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സിഡൻറ്റ് കേസസ്, നെസസിറ്റി, ഇൻഫൻസി, ഇൻസാനിറ്റി, ഇൻടോക്സിക്കേഷൻ അഗെയിൻസ്റ്റ് ദ വിൽ, ഈ പറയുന്ന കേസസ് എല്ലാം കേസസ് ഓഫ് ആബ്സെൻസ് ഓഫ് മെൻസ് റിയയ്ക്ക് എക്സാമ്പിളാണ്. ഇത്തരത്തിൽ കേസസ് ഓഫ് ആബ്സെൻസ് ഓഫ് മെൻസ് റിയ ഉള്ള ഒരു കേസിൽ ഒരു ഹോമിസൈഡ് നടന്നാൽ അത് എക്സ്ക്യൂസബിൾ ആണ്. When death is caused by an accident, it is excusable. For example, A is at work with a hatchet. The head flies off and kills a man standing by. Here, if A had been careful, then his act is excusable and not an offence. Similarly, death caused by a person of unsound mind, intoxicated or an infant is also excusable. Indian lawയിൽ infant എന്ന് പറയുന്നത് 7 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ്. Now, justifiable homicide. If death is caused by a person who is bound by law or who by mistake of fact believes himself to be bound by law, it is not an offence. ഒരു വ്യക്തിയുടെ ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണത്തിൻ്റെ ഇടയിൽ, അതായത് പോലീസ് ഓഫീസേഴ്സ്, സോൾജിയേഴ്സ്, അത്തരത്തിലുള്ള ആൾക്കാരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു ഹോമിസൈഡ് നടന്നാൽ അത് IPCയിൽ ജസ്റ്റിഫയബിൾ ഹോമിസൈഡാണ്, ജസ്റ്റിഫിക്കേഷൻ ഉള്ള ഹോമിസൈഡാണ്. ഫോർ എക്സാമ്പിൾ, A soldier fires into a mob by the order of his superior officer in conformity with the commands of the law.
B, C, D in the mob are killed, A has committed no offence. എ എന്ന് പറയുന്ന ഒരു സോൾജിയറെ ഒരു ആൾക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കുകയാണ് അയാളുടെ ഹൈ ഓഫീസറിൻ്റെ കമാൻഡിൻ്റെ ഫലമായിട്ട്. അതിലൊരു 3 പേര് മരിച്ചു പോകുന്നു. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റിൽ ഈ പറയുന്ന സോൾജിയർ എ എന്ന് പറയുന്ന സോൾജിയറിന് ഒരു ഒഫൻസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് സോൾജിയർ ഒബേഡ് ഹിസ് സുപ്പീരിയർ ഓഫീസേഴ്സ് കമാൻഡ് and he is bound by the law to do that. Hence there is no offense. It is a justifiable homicide. Unlawful homicide le culpable homicide and murder both are very important in IPC. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ we will discuss it in detail.